بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. 3 വർഷക്കാലമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂലുള്ളാഹിയുടെ കുടുംബം ശക്തമായ ഉപരോധം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉപരോധത്തിന്റെ നിബന്ധനകൾ, ആ കരാറ് അതെഴുതി ഖുറൈശികൾ കഅബയുടെ ഉള്ളിലാണ് അവർ തൂക്കിയിട്ടുള്ളത്. ഖുറൈശികൾ എഴുതിയ ആ കരാറിലെ ഓരോ വാക്കുകളും അല്ലാഹു തആല അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ആ ഫലകം തന്നെ ചിതലുകൾ കടിച്ച് അത് നഷ്ടപ്പെട്ടുപോയി. ഫഅകലത് ജമീഅ മാ ഫീഹാ ഇല്ലാ ബിസ്മിക്കല്ലാഹുമ്മ. അല്ലാഹുവിന്റെ നാമമല്ലാതെ അതിലെഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിപ്പിക്കരുത്, കച്ചവടം ചെയ്യരുത്, സംസാരിക്കരുത്, ഒന്നിച്ചിരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയിലൂടെ ലഭിക്കുന്നു. റസൂലുള്ളാഹി കാര്യം അബൂ ത്വാലിബിനെ അറിയിച്ചു. അബൂ ത്വാലിബ് ഇത് ഖുറൈശികളോട് സംസാരിക്കുകയാണ്. അതുവരെ ആരും അതിനുള്ളിൽ കയറി അത് നോക്കിയിട്ടില്ല. ഈ ഒരു വന്ന മാറ്റം അവരറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരും അറിയാത്ത ഒരു കാര്യം, പുതുമയുള്ളൊരു കാര്യം, അതാണ് അബൂ ത്വാലിബ് പറയുന്നത്. മുഹമ്മദ് പറയുന്ന രൂപത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഖുറൈശികളെ നിങ്ങൾ ഉപരോധം അവസാനിപ്പിക്കണം. ഇനി മുഹമ്മദ് പറയുന്നത് കളവാണ് എങ്കിൽ ഞാനിതാ മുഹമ്മദിനെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾക്ക് വിട്ടു നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കാത്തതിനാണല്ലോ ഈ ഉപരോധം. ഒറ്റ ആവശ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിന്റെ റസൂലിനെ വിട്ടുകൊടുക്കണം. അത് സമ്മതിക്കാത്തതിനാണ് അബൂ ത്വാലിബിനും കൂട്ടർക്കും, ബനു ഹാഷിം, ബനു മുത്തലിബ് 3 വർഷത്തെ ശക്തമായ പരീക്ഷണം അനുഭവിക്കേണ്ടി വന്നത്. ഖുറൈശികൾ ഇത് അംഗീകരിച്ചു. അവര് ചെന്നു നോക്കിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഒരു പ്രഭാതം പോലെ പുലർന്നിരിക്കുന്നു. ആ ഫലകത്തിലെ ആ എഴുത്തുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ചിതല് ഭക്ഷിച്ചിരിക്കുന്നു. സത്യം കണ്ടാൽ അംഗീകരിക്കുക, അത് ധിക്കാരികൾക്ക്, അഹങ്കാരികൾക്ക് അത് കഴിയില്ല. നിഷ്കളങ്കമായ മനസ്സുള്ളവരാണ് എങ്കിൽ സത്യം അതും കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ, ഇത്ര വ്യക്തമായി വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സംസാരിച്ചത്, പ്രവാചകന് ദിവ്യബോധനം ലഭിക്കുന്നു എന്നത് അവരുടെ കൺമുന്നിൽ അവർ കണ്ട സത്യമാണ്. പക്ഷേ മുശ്രിക്കീങ്ങൾ അവര് പറഞ്ഞു, ഖാലു ഹാദാ സിഹ്റു ഇബ്നി അഖീക്, നിങ്ങളുടെ സഹോദരപുത്രന്റെ സിഹറാണിത്. ഒരു മാരണക്കാരനാണ്, വല്ലാത്തൊരു മാരണക്കാരൻ തന്നെ. വസാദഹും ദാലിക ബഗിയൻ വഉദ്വാന, സത്യം കണ്ടപ്പോ കൂടുതൽ അടുക്കുകയല്ല ചെയ്തത്, അവരുടെ ശത്രുത ഇരട്ടിച്ചു, കൂടുതൽ വൈരികളായിട്ട് അവര് മാറി. അബൂ ത്വാലിബ് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻസുർന അലാ മൻ ളലമന വഖതഅ അർഹാമന. അല്ലാഹുവേ, ഞങ്ങളോട് ദുൽമ പ്രവർത്തിച്ച, അക്രമം പ്രവർത്തിച്ച അവരെ തൊട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ. അല്ലാഹുമ്മ, അബൂ ത്വാലിബ് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ എന്നാണ്, അല്ലാഹുവേ. അബൂ ത്വാലിബിന് അല്ലാഹു ഉണ്ട് എന്നറിയാം.
ആ അള്ളാഹുവിനോടാണ് ഒരു ദുൽമ് കൺമുന്നിൽ കണ്ടപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ബന്ധങ്ങൾ മുറിച്ചവർ, അവർക്കെതിരെ അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. സുമ്മൻ സറഫു ഇല ശഅബ്, ആ മലമടക്കുകളിലേക്ക് തന്നെ അബൂ ത്വാലിബ് പോകാൻ തീരുമാനിക്കുകയാണ്. ഉടനെ മുത്ഇം ഇബ്നു അദി അദ്ദേഹം എഴുന്നേറ്റു. ഖുറൈശികളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ചെന്ന് ആ ഏടെടുത്ത്, കാബയുടെ ഉള്ളിൽ നിന്ന് ആ ഏടെടുത്ത് അത് കീറി ഛിന്ന ഭിന്നമാക്കി അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും അദ്ദേഹം തിരിച്ചു വിളിച്ചു. അവർ ആ വിളിക്ക് ഉത്തരം നൽകി. ബനു ഹാഷിം, ബനു മുത്തലിബ് അവര് തിരിച്ചു വന്നു. 3 വർഷം നീണ്ടുനിന്ന ഉപരോധം ഇവിടെ അവസാനിക്കുകയാണ്. ആരംഭിച്ചത് ഒരു മുഹറം മാസത്തിലാണ്, അവസാനിക്കുന്നതും ഒരു മുഹറം മാസത്തിലാണ്. നബുവത്തിന്റെ 10ാം വർഷം, ഒരു മുഹറം മാസം. അങ്ങനെ 3 വർഷം നീണ്ടുനിന്ന തീവ്രമായ ആ ഉപരോധം അവസാനിക്കുകയാണ്. അബൂ ത്വാലിബ് രോഗശയ്യയിലേക്ക് വഴുതി വീണു. അദ്ദേഹം രോഗിയായി കഴിയുകയാണ്. മക്കയുടെ നേതാവാണ് അദ്ദേഹം. അവർക്കിടയിൽ സ്വീകാര്യനാണ് അദ്ദേഹം. മക്കക്കാരായ നേതാക്കന്മാർക്ക് ഒറ്റ വിഷയത്തിലാണ് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ്. അത് റസൂലുള്ളാഹിയെ സംരക്ഷിക്കുന്നു എന്നതാണ്. ഖുറൈശി പ്രമാണിമാർ അബൂ ത്വാലിബിനെ കാണാനെത്തുന്നു. കാനു 25 റജുലൻ, 25 ആളുകളുണ്ട്. എല്ലാ നേതാക്കന്മാരും ഒരു വലിയ പട അബൂ ത്വാലിബിന്റെ അരികിലേക്ക് എത്തുകയാണ്. 25ഓളം വരുന്ന പ്രമാണിമാർ, നേതാക്കന്മാർ. ഉത്ബയുണ്ട്, ഷൈബയുണ്ട്, അബൂജഹലുണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫുണ്ട്, അബൂ സുഫിയാനുണ്ട്. എല്ലാവരും അബൂ ത്വാലിബിന്റെ അരികിലേക്ക് വരുന്നു. യാ അബാ ത്വാലിബ് ഇന്നക കബീറുന വസയ്യിദുന, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നേതാവാണ്, പ്രായം ചെന്ന ഞങ്ങളുടെ കാരണവരാണ്. ഇതാ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ, ആ ആരാധനകളെല്ലാം തെറ്റാണ് എന്ന് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ആ സംസാരം അവസാനിപ്പിക്കണം. ഞങ്ങളുടെ ആരാധ്യന്മാരെ തള്ളിപ്പറയുന്നത് നിർത്തണം. ഇത് പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അബൂ ത്വാലിബ് ഉടനെ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ആളെ വിട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ അരികിലേക്ക് എത്തുന്നു. സദസ്സിൽ ഖുറൈശി നേതാക്കന്മാരുണ്ട്, അള്ളാഹുവിന്റെ റസൂലുണ്ട്. അബൂ ത്വാലിബ് സംസാരിച്ചു തുടങ്ങിയ ബിന അഖി, സഹോദരപുത്ര, ആഹുലായി അശ്റാഫു ഖൗമിക് ഖദ് ഇജ്തമഉ ലക്, ഇതാ ഖുറൈശി നേതാക്കന്മാർ അവരിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിനക്ക് വേണ്ടിയാണ്, നിന്നോട് സംസാരിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടായി ചോദിച്ചു, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കുമോ? ഞാൻ പറയുന്ന ആ കാര്യം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മലക്തും ബിഹ അൽ അറബ് വദാനതു ലകും ബിഹൽ അജം, ഞാൻ പറയുന്ന ആ ഒരു കലിമത്തുണ്ടല്ലോ, ഒരു വാക്കുണ്ടല്ലോ, ആ ഒരു കലിമത്ത് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അറബികൾ, അനറബികൾ അവർ നിങ്ങൾക്ക് കീഴൊതുങ്ങും. ഉടനെ അബൂജഹൽ ചോദിക്കാണ്, ഒരു കലിമത്തോ? ഒരു കലിമത്ത് പറഞ്ഞാൽ അറബികൾ ഞങ്ങൾക്ക് കീഴൊതുങ്ങുമോ? അനറബികൾ ഞങ്ങൾക്ക് കീഴൊതുങ്ങുമോ? അബൂജഹൽ ഉടനെ പറയുന്നു, നഅം വ അബീക് വ 10 കലിമാത്ത്, ഒന്നല്ല 10 കലിമത്ത് പറയും. മറ്റു പ്രദേശങ്ങൾ മുഴുവൻ ഖുറൈശികൾക്ക് കീഴൊതുങ്ങുന്ന, ഖുറൈശികളുടെ കീഴിലേക്ക് വരുന്ന മനോഹരമായ നിമിഷത്തിന് വേണ്ടി ഒന്നല്ല 10 കലിമത്ത് പറയാൻ ഞാൻ തയ്യാറാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. നിങ്ങളുടെ ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾക്ക് അർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണേ. ഖുറൈശികൾ ഊറിച്ചിരിച്ചു, കൈകൊട്ടി ശബ്ദമുണ്ടാക്കി, റസൂലുള്ളാഹിയെ പരിഹസിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചു, അതുരീദു യാ മുഹമ്മദ് അൻ തജ്അലൽ ആലിഹത ഇലാഹൻ വാഹിദ്,
ഒറ്റ ഇലാഹു മതി എന്നാണോ? അള്ളാഹു മാത്രം എല്ലാ ഇലാഹുകളെയും മാറ്റി ഒറ്റ ഇലാഹ് എന്നതാണോ നീ പറയുന്നത്? ഇന്ന അംറകല അജബ്, തീർച്ചയായും നിന്റെ കാര്യം അത്ഭുതമാണ് കേട്ടോ. നീ കൊണ്ടുവന്ന ആ പുതിയൊരു ആദർശം ഉണ്ടല്ലോ, ആകെ റബ്ബ് മാത്രം, അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഹാസത്തോടുകൂടെ അവര് സംസാരിച്ചു. അവർ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇസ്ലാമിന്റെ ആദർശവും മുശ്രിക്കീങ്ങളുടെ നിലപാടും ഇവിടെ വ്യക്തമാണ്. ഇസ്ലാം, റസൂലുള്ളാഹിയുടെ നിലപാട് അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ. മുശ്രിക്കീങ്ങളോ, അല്ലാഹ് മാത്രം അത് പോരാ, ഞങ്ങൾക്ക് മറ്റ് ഇലാഹുകൾ കൂടെ വേണം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. സ്വന്തമായി കഴിവുണ്ട്, സ്വന്തമായി ലോകം സൃഷ്ടിച്ച അനേകം ദൈവങ്ങളുണ്ട്, സട്ടാക്കളുണ്ട് എന്നവർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ച ആ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, അള്ളാഹു മാത്രം, ആ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നബിയെ പറയുക, സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആ റബ്ബിനെ അറിയാൻ, ആ റബ്ബിന്റെ ആദർശം ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.